എന്നിട്ട് ആ പയ്യനെവിടെ? സാർ എന്താ അവനിപ്പോൾ കാണാത്തെ? സാർ ആരെയും ഇങ്ങനെ പേടിക്കണേ? ഒന്ന് പറഞ്ഞതാ പ്ലീസ്. ഞാനാണ് ലാസ്റ്റ് ഇയർ കാണുന്നത്. ഞാൻ +2 പഠിക്കുമ്പോഴാണ്. അന്ന് അവൻ 11th-ലായിരുന്നു. ഞാൻ എന്തിനാ ചെയ്തതെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഹരി. പക്ഷെ അവൻ ചോദിച്ചപ്പോൾ അന്ന് അവൻ ആദ്യമായിട്ട് എന്നോട് ധൈര്യമായിട്ട് ഒരു കിസ് ചോദിച്ചേ. അപ്പോൾ അതിനെക്കൊണ്ട് വേറൊന്നും ചിന്തിക്കാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ അച്ഛൻ കണ്ടു. അയാളൊന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. അവൻ്റെ വീട്ടിൽ ചെന്നിട്ടും ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തു. ഇത്ര എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടും ഞങ്ങളുടെ അച്ഛനും അമ്മയും എന്തെങ്ങനെയെന്ന് അവർക്ക് ഒട്ടും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ മകൻ്റെ അഭിമാനമല്ലേ വലുത്. അതുകൊണ്ട് അവർ പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ അവനെ കാണരുതെന്ന് പറഞ്ഞു. എനിക്ക് അവനെ വേദനിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനും സമ്മതിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവൻ എന്തോരം കരയുന്നുണ്ടായിരുന്നു എന്ന്. ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എടാ, സത്യം പറഞ്ഞാൽ നമ്മളെപ്പോലുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണുമ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരു പേരൻസിനെ കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു ലക്കിയാന്ന് എനിക്ക് തോന്നും. ഞാൻ നിൻ്റെ കാര്യം അവിടെ പറഞ്ഞാൽ കൂടെ അവരതുപോലെ വന്ന് പ്രശ്നം ഉണ്ടാക്കത്തേ ഉള്ളൂ. നിൻ്റെ അപ്പനും അമ്മേനെ അവർ ഒരുപാട് ഹേർട്ട് ചെയ്യും. എനിക്ക് പേടിയാ ഹരി. ഇനി എനിക്ക് വയ്യ. സച്ചിയേട്ടാ ഇവിടെ ഇവിടെ ഇവിടെ. ആ, നീ ഇതിവിടെയായിരുന്നു. ഞാൻ എത്ര നേരമാണ് ഇവിടെ നിൽക്കണത്? അത് പിന്നെ അമ്മ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അമ്മ എപ്പോഴാണ് പോയേ? അല്ല എന്താ? എന്നാ ഒന്നുമില്ല. നിന്നെ കണ്ടിട്ട് 2-3 ദിവസമായില്ലേ, അതുകൊണ്ടൊന്ന് വരാൻ പറഞ്ഞതാ. ആ അത്രയല്ല. അല്ലെങ്കിൽ ഇപ്പം എന്താ എന്നെ കാണാത്താണല്ലോ. ഓ, എന്താണ് അങ്ങനെ ഒരു പറച്ചില്? നിന്റെ അത്ര ഉള്ളൊരു സുഖമില്ലല്ലോ. ഇന്നെൻ്റെ പിറന്നാളല്ലേ. എനിക്കൊന്നും കൊടുത്തിട്ടില്ല അല്ലേ. എനിക്ക് സച്ചിയേട്ടൻ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ഓർമ്മ പോലും ഉണ്ടാവില്ല ആ ആളുടെ അടുത്ത് ഞാൻ ചോദിക്കണേ. അതാണോ? അത് പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നു. എനിക്കൊരു 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങി തരാം. ആ, നിങ്ങൾ സമ്മാനം വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് ഞാൻ 2 ദിവസത്തേക്ക് മാറ്റി വയ്ക്കാൻ എൻ്റെ പിറന്നാൾ. ഒന്ന് വയ്ക്കുകയായിരുന്നു. പെണ്ണുങ്ങളുടെ മാഷേ, നിന്റെ പിറന്നാൾ ഞാൻ അങ്ങനെ മറക്കൂടാ. നീൻ്റെ മുത്തല്ലേ. അവന് കയ്യിലൊന്നും കാണാനില്ലല്ലോ. അതൊക്കെ ഉണ്ട്. നീ കണ്ണടക്കടാ. അയ്യോ, ഇത് അടിപൊളി ഇല്ലേ ഇതെനിക്ക്? നിനക്ക് ഏത് ഇഷ്ടമെന്ന് വെച്ചാൽ എടുത്തോ. പറഞ്ഞ എനിക്കും നമ്മളൊന്നും ഇതുവരെ മാച്ചിങ് ആയിട്ട് വാങ്ങിയില്ലല്ലോ, അതുകൊണ്ട് വാങ്ങിയതോ. എന്നാ എനിക്ക് ചന്ദ്രൻ്റെ. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് അറിയാവുന്നത് എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വാങ്ങി. സോ ഹാപ്പി ബർത്ത്ഡേ. ലവ് യു സോ മച്ച്. താങ്ക് യു. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചാൽ തരുമോ? എന്താണ്? നീ ചോദിക്കടാ, പറ എന്താ? അല്ല, എനിക്കൊരു വരുമോ? നീ കാര്യമായിട്ട് വെച്ചാണോ? ഇവിടെ നിന്നോ? എടാ, ആരെങ്കിലുമൊക്കെ കാണും.
ഇല്ല, നമുക്ക് അങ്ങോട്ട് മാറിക്കാം. പ്ലീസ് 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 ഒരെണ്ണം പ്ലീസ്. നന്ദു വേണോടാ? ആ വേണം, പ്ലീസ് പ്ലീസ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലേ, പ്ലീസ്. ശരി ശരി, നീ അങ്ങോട്ട് വാ. എൻ്റെ കൂടെ വേണ്ട, ഞാൻ അങ്ങോട്ട് പോവാം. എങ്ങോട്ട് നീ വാ. ആ ശരി ശരി, പൊക്കോ ഞാൻ എന്താ വരുന്നു. എടാ കാര്യമായിട്ട് ആരെങ്കിലും ഒക്കെ കണ്ട സീനാവും. ആരും കാണത്തില്ല സച്ചേട്ടാ, പ്ലീസ്. ശരി, നീ കണ്ണടക്കി. ആ എന്തിനാ കണ്ണടയ്ക്കുന്നേ? ആ അതങ്ങനെ, നീ കണ്ണടക്കി. കണ്ണടക്കടാ. ആ ശരി ശരി, കണ്ണടച്ചു. ദൈവമേ കത്തുണി. ഡാ എന്തോടാ ചെയ്യുന്നേ? അച്ഛാ അത് ഒന്നുമില്ല. നിങ്ങളെ രണ്ടെണ്ണത്തെ കുറേ കാലമായി ഞാൻ നോക്കുന്നു. വൃത്തിയേട്. അങ്കിൾ പ്ലീസ്, അങ്കിൾ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ പ്ലീസ്. നീ വാ, നിന്റെ അച്ഛനമ്മയൊന്ന് കാണട്ടെ. വാടാ ഇവിടെ. അച്ഛ പ്ലീസ്, അച്ഛ വേണ്ട അച്ഛ പ്ലീസ്. എടാ വാടാ, നിന്നെ ഞാൻ ശരിയാക്കി തരാം കേട്ടോ. വാടാ ഇവിടെ. ഡാ സച്ചു ഇവിടെ വാ. ഡാ മനു, ഇവിടെ ആരും ഇല്ലേ? എന്താ സച്ചു? എന്താടാ നന്ദു? എടാ എന്താ പറ്റിയേ നന്ദു? ഡാ എന്താ സച്ചു? എടാ നിങ്ങളെന്തിനാ കരയുന്നേ? എന്താ കാര്യം പറ. അമ്മ, ഞങ്ങളൊന്നും ചെയ്തില്ല അമ്മ, സത്യമായിട്ട്. ഓ, ഒന്നും ചെയ്തില്ല പോലും. ആ ശ്രീലങ്കട്ടൻ ജന്തുക്കള് എനിക്ക് ഓർക്കുമ്പോ തന്നെ. അതിനാദ്യം നിങ്ങൾ എന്താ ഉണ്ടായെന്നൊന്ന് പറ. എന്താ സച്ചു, എന്താ ഉണ്ടായേ? എടാ എന്താ കാര്യം എന്ന് പറ. ഇതാ ഇവർ രണ്ടുപേരും കൂടെ ആ അമ്പലത്തിന്റെ അടുത്ത് നിന്ന് ഉമ്മ വയ്ക്കാൻ നോക്കുമായിരുന്നു. ഏട്ടാ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? സച്ചു സച്ചു അത് സത്യമാണോ സച്ചു? എടാ എടാ എന്തൊക്കെയത്? അമ്മ അവനൊന്നും അറിയത്തില്ല അമ്മ. ഇനി നിങ്ങൾ മക്കളെ വളർത്തുമ്പോൾ മര്യാദയ്ക്ക് വളർത്തണം. ഇതുപോലെ കുറച്ച് ചക്കന്മാരും വിളിച്ചോണ്ട് ഇവിടെ വന്ന് നിൽക്കും, എൻ്റെ മകനും കൂടെ കേടുവരുത്താൻ വേണ്ടിയിട്ട്. അമ്മ ഒന്ന് നിർത്ത്. ഞാൻ പറഞ്ഞില്ല അവനൊന്നും അറിയത്തില്ല എന്ന്. ഒന്ന് വാ പ്ലീസ്. നീ മിണ്ടരുത്. കുടുംബത്തിന് മൊത്തം നാണക്കേടുണ്ടാക്കി വെച്ച് ഇത് നാട്ടുകാരെ കാര്യം കണ്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അവരെന്ത് നാണക്കേടുണ്ടാക്കി വെച്ചെന്നാ നിങ്ങൾ പറയണേ? അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇഷ്ടമാണെന്നുള്ളതോ? ഇതെനിക്ക് ആദ്യം മുതലേ അറിയായിരുന്നു. അവർ ലോകത്തെ ഏറ്റവും വലിയ തെറ്റൊന്നും അല്ലല്ലോ ചെയ്യണേ, അങ്ങോട്ടും കൂടെ സ്നേഹിച്ചു എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അതിന് നിങ്ങൾ അവരെ ഇത്ര കുറ്റപ്പെടുത്തണം എന്നില്ല. അമ്മ സോറി അമ്മ, ഞാൻ സോറി. അമ്മയുടെ മോനോടോ, അവരാരും നിന്നെ ഒന്നും ചെയ്യത്തില്ല. ആ നിന്നെ പോലെ കുറെ നാളെ കിട്ട കുറെ സാധനങ്ങൾ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. ഞങ്ങളെ കൊണ്ട് ഇത് നടക്കില്ല. ഓരോ വഴിയെ പോകുന്ന പയ്യന്മാരെയും കേടുവരുത്താൻ വേണ്ടിയിട്ട്. നീയൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? അച്ഛ ഒന്ന് നിർത്ത്. അവൻ മാത്രമൊന്നല്ലല്ലോ എന്നെ സ്നേഹിച്ചേ, എനിക്കും അവനിഷ്ടം. അതിനിപ്പോൾ എൻ്റെ എത്ര വലിയ തെറ്റ്? മിണ്ടരുത് നീ. ഇത് ഞാനല്ലാതെ വേറെ ആരെങ്കിലും കണ്ടേ നീ കുടുംബത്തോടെ തൂങ്ങേണ്ടി വന്നേനെ. നിനക്കത്ര എന്താ തെറ്റെന്ന് അറിയണം അല്ലേ? എടാ ഒരു ലോകത്ത് ഒരാണൊരു പെണ്ണിനെയാണ് സ്നേഹിക്കുക, അല്ലാതെ ഒരിക്കലും ഒരു ആണിനെ തന്നെ സ്നേഹിക്കില്ല. അതാ ഞാൻ ചോദിക്കുന്നത്, എന്തോ അതിന് കുഴപ്പമൊന്നും. ഇതൊരു ഫീലിങ്സ് ആണ്, അല്ലാതെ ഒരു സ്വത്തും പണമൊന്നും അല്ല ജാതിയും മതവും എല്ലാം നോക്കിയിട്ട് എഴുതി കൊടുക്കാൻ. എനിക്ക് അവനെ ഇഷ്ടമാണ്, അവനും എന്നെ ഇഷ്ടമാണ്. അതിന് ഞങ്ങൾക്ക് ഇത്ര വലിയ തെറ്റൊന്നും തോന്നണില്ല. സച്ചേട്ടാ, അമ്മ അവരോടൊന്ന് നിർത്താൻ പറ. ഞങ്ങൾ എന്താ ഇതിന് ഇത്ര വലിയ തെറ്റ്? ഞങ്ങൾക്ക് അങ്ങോട്ടും കൂടെ സ്നേഹിച്ചൂടെ? അമ്മയ്ക്ക് അറിയണം നിങ്ങൾക്ക് എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന്. പക്ഷെ സച്ചു, നീ എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെ ഓരോന്ന് അതിൻ്റെ മോനെ കുറിച്ച് പറയുന്നത്, നിന്നെക്കുറിച്ചും. നിനക്കറിയാലോ, ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് അവരിങ്ങനെ ഓരോന്ന് പറയുന്നത്. ഞാൻ എന്ത് വിശ്വസിച്ചിട്ടാണ് അതിൻ്റെ മോനെ നിനക്കൂടെ വിടുക? നീ
ഇനി നീ ഇവനെ കാണാൻ വരരുത് പ്ലീസ്. ഇത് അമ്മയുടെ അപേക്ഷയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ഇഷ്ടം അമ്മയ്ക്ക് അറിയാം. പക്ഷെ വേറൊരു വഴിയില്ലടാ. ഇവർ ഈ ജന്മത്തിൽ മാറില്ല. അമ്മയോട് ക്ഷമിക്കും പ്ലീസ്. അല്ലെങ്കിലും ഇവനെ കാണാൻ ഇനി ഇവൻ വരില്ല. സച്ചു ഓടാടെ ഓരോ വൃത്തിയോടും കാണിച്ചുകൊണ്ട് നടക്കുക. നന്ദു, ഇനിയും എൻ്റെ ജീവിതത്തിൽ നിന്നെ എവിടെയെങ്കിലും ഞാൻ കണ്ടോ അപ്പം ഞാൻ നിന്നെ കാണിച്ചു തരാം. പ്ലീസ് അമ്മ, എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്. പ്ലീസ്, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്ത് നിങ്ങളോട്? പ്ലീസ്. വാടവിടെ അവൻ്റെ ഒരു ഇഷ്ടം ഒരു വൃത്തിയോട് ഒരു നടക്കുക അവൻ. നിനക്ക് നാണമുണ്ടോ എൻ്റെ മകനാന്ന് പറയാൻ? സച്ചേട്ടാ, അമ്മ 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 അവർ സച്ചേട്ടനെ അടിക്കുന്ന അമ്മ. സാരമില്ല, പോട്ടെ. അത് ശരിയാവില്ല നന്ദു. അവരമ്മളവനെ കൂടുതലായിട്ട് ഉപദ്രവിക്കുകയേ ചെയ്യുള്ളൂ. അവൻ്റെ നല്ലതിനെന്താ നല്ലത്. സാരമില്ല, പോട്ടെ. വാ, നീ വാ. ഞാൻ ലാസ്റ്റായിട്ട് അന്ന് അവനെ കാണുന്നത്. പിന്നെ ഇന്നേ വരെ ഞാൻ അവനെ കണ്ടിട്ടില്ല. അതിനുശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് മോഹിച്ചത്. അച്ഛനും അമ്മയ്ക്കും ഇന്ന് ഞാൻ അവരുടെ ഇഷ്ടത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്താണെന്നോ എൻ്റെ ഇഷ്ടങ്ങളോ ഒന്നും അവർക്ക് ഒരു വാല്യൂ ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ പോലും ജസ്റ്റ് സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവർ എന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഒരു ജയിലിൽ നിൽക്കുന്ന പോലെ അവിടെ. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു അച്ഛനോടും അമ്മയോടും വല്ലാണ്ട് സംസാരിച്ചിട്ട് പോലുമില്ല. എനിക്കവന് ഒരുപാട് ഇഷ്ടമായിരുന്നു ഹരി. അവർ കാരണം അവർക്ക് എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല. ഒരിക്കലും അവരുടെ മക്കളെ അവർ മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ ഏട്ടനോട് പോയത് അതുകൊണ്ടാണ്. അവൻ രക്ഷപ്പെട്ടു. ഞാനിപ്പോഴും ഇങ്ങനെ പേടിയായി. നീ ഒന്ന് പറയുന്ന കേക്ക്. സാറ് വരെ പേടിക്കുന്നുണ്ട് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നത്. എനിക്ക് സാറിന് എന്തോരം ഇഷ്ടമാണെന്നറിയോ? എനിക്കറിയാം നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെ നഷ്ടപ്പെടുമ്പോൾ ഉള്ള വേദന എങ്ങനെയായിരിക്കും എനിക്കറിയാം. പക്ഷേ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോയി. എന്നെക്കൊണ്ട് പറ്റത്തില്ല. പ്ലീസ്, എന്നെ ഇഷ്ടമായിട്ടല്ലോ, സാറിന് പേടിയുള്ളതുകൊണ്ടല്ലേ. ഞാൻ നോക്കിക്കോളാം. അവരാരും നമ്മളൊന്നും ചെയ്യില്ല. എൻ്റെ പപ്പയും അമ്മയും എൻ്റെ കൂടെ ഉണ്ടാവും. എനിക്ക് വിശ്വാസമുണ്ട് അവർക്കറിയാം എനിക്ക് സാറിന് ഇഷ്ടമാണ്. ഞാനിപ്പോൾ സാറിൻ്റെ കൂടെയാണെന്ന് അവർക്കറിയാം. അവരും എന്നോട് പറഞ്ഞത് സാർ സമ്മതിക്കുമെന്ന് അവർക്ക് വിശ്വാസമുണ്ടെന്ന്. സാറിൻ്റെ അച്ഛനും അമ്മയും ആരും നമ്മളൊന്നും ചെയ്യില്ല. എന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറ. എടാ, എനിക്കറിയാം. പിന്നെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട്. അവനെനിക്ക് കിട്ടിയിട്ടാ ഹരി എൻ്റെ നഷ്ടമായി പോയി. എനിക്കിനി അത് വയ്യ. നീ പറഞ്ഞ പോലെ എനിക്ക് പേടി തന്നെയാണ്, ശരിക്കും പേടി തന്നെയാണ്. കാരണം ഇനി നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഐ ലവ് യു സോ മച്ച്. അത്രേ ഉള്ളൂ. സാറിന് എന്നെ ഇഷ്ടമാണ്, എനിക്കും സാറിന് ഇഷ്ടമാണ്. നമ്മളൊന്നിനും പേടിക്കാൻ പോണില്ല. സാറിൻ്റെ അച്ഛനെയും അമ്മയും നാട്ടുകാരും ഒന്നിനും. എൻ്റെ അപ്പയും അമ്മ എൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ എന്ത് വന്നാലും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് വേറെ ഒന്നിനും പേടിയില്ല. ഹരി, നീ ഐ ലവ് യു ആൻഡ് യു ലവ് മീ. ദാറ്റ്സ് ഇനഫ്. നീ ഒന്നും പറയണ്ട. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സാരമില്ല കേട്ടോ, ആരൊക്കെ വന്നാലും യു ആർ മൈൻ, ഓൺലി മൈൻ. നിനക്ക് ഉറപ്പോ? ശരി, ഐ ലവ് യു സോ മച്ച്. എനിക്ക് നഷ്ടപ്പെടണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഞാൻ പറയുന്നത് കേൾക്കാൻ പോണില്ലല്ലോ. ഐ ലവ് യു. കേൾക്കത്തില്ല. ഇത് ഞാൻ സാർ പറയുന്നത് കേൾക്കത്തില്ല.
കാരണം കാരണം എനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇഷ്ടമല്ല എന്നാണ് പറയുമ്പോൾ ഞാൻ എന്നത്തിന് അത് വിശ്വസിക്കുന്നത്. ശരി, നീ നീ എന്തേലും കൊച്ചി എന്തായാലും ഇപ്പോൾ പോയിട്ട് അതിനോട് അമ്മയോട് പറയാൻ നിൽക്കുമായിരിക്കില്ലേ? നടക്കട്ടെ. എന്തായാലും എന്നിപ്പോൾ എങ്ങാനും അടുത്ത് വിളിക്കണം കേട്ടോ, ഞാൻ വരത്തില്ല. ഞാനൊട്ടും ജോലിയൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകണേന്ന് വെച്ചിട്ടാ ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോകണേ. അപ്പനമ്മ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാറൊക്കെ എനിക്ക് കുഴപ്പമില്ല, അവർക്ക് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ കാലമായല്ലോ ഞാൻ ഇങ്ങനെ ഒരു പ്രിൻസിപ്പാളിനെ കുറിച്ച് പറയുന്നത്, അതുകൊണ്ടായിരിക്കാം മേ ബി അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ് സാറിനെ കാണാൻ. സാറൊക്കെ എനിക്ക് കുഴപ്പമില്ല, പിന്നെ ഒരു ദിവസം വന്നാൽ മതി. ഇനിയിപ്പോൾ എന്തായാലും സാർ എൻ്റെ ആണല്ലോ. എത്ര വർഷം ഞാൻ കാത്തിരുന്നതാ. കർത്താവേ നന്ദി, ഒരുപാട് നന്ദി. ആദി, എടാ രണ്ടാളും കൂടെ വന്നേ, ഒരു കാര്യം പറയാനുണ്ട്, ഒന്ന് വാടാ. യെസ് പപ്പാ, പറയൂ, എന്താണ്? ഞങ്ങൾ രണ്ടാളോട് എന്താ പറയാനുള്ളത്? സാധാരണ എന്നെ മാത്രമാണല്ലോ ചീത്ത പറയാൻ വിളിക്കാറ്. എന്താണ്? എന്താപ്പാ, എന്താമ്മ? രണ്ടുപേരെയും കണ്ടിട്ട് എന്തോ കാര്യമായിട്ടുള്ള കാര്യം തോന്നുന്നു. എന്താണ്? അത് പിന്നെടാ ആദി, ജെയ്ഡിൻ്റെ കല്യാണക്കാര്യം പറയാൻ വേണ്ടിയിട്ടാ. അപ്പോൾ നിന്നോടും കൂടെ ചോദിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് വിളിച്ചതാ. എന്താണ് മോനിച്ചേ, എന്താണ് ഇങ്ങനെ പകച്ചു നിൽക്കുന്നത്? എൻ്റെ കല്യാണക്കാരോ? എനിക്ക് പിന്നെ എന്തിനാ കല്യാണമൊക്കെ? നിനക്കെന്താ? എൻ്റെ കോഴ്സ് കഴിയുന്നല്ലേ ഉള്ളൂ. ആമാ അപ്പാ, അവൻ പഠിക്കുമല്ലേ, എന്താ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? എടാ അതിൽ നിനക്ക് അറിയുന്ന കൊച്ചാ, എടാ നമ്മുടെ ലിസാടാ. അവരിങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമ്മളെങ്ങനെ പറ്റത്തില്ല എന്ന് പറയാം. ഞങ്ങൾ എന്തായാലും നിന്നോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പിന്നെ നിനക്കെന്തായാലും അവളെ ഇഷ്ടമായിരിക്കുമല്ലോ, അവൾ നല്ല കുട്ടിയല്ലേ. അതിന് എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും എന്നോട് ചോദിച്ചിട്ട് പറയാമെന്ന് നിങ്ങൾ പറഞ്ഞത് നന്നായി. എനിക്ക് അവളെ ഇഷ്ടമല്ല, എനിക്ക് ആ കല്യാണത്തിന് വിട്ട് താല്പര്യമില്ല. അവരുടെ അടുത്ത് എന്തായാലും ഇപ്പം നോ പറഞ്ഞേക്ക്. ശരിടാ, അതിന് അവൾക്ക് ഇപ്പം എന്നിട്ട് വലിയ കുഴപ്പം? അവൾ നല്ല കുട്ടിയല്ലേ. നിനക്കൊന്ന് വേറെ ആരെങ്കിലും ഇഷ്ടമാണോ? ആണെങ്കിൽ നീ പറ. അല്ല, നീ ഒരു റീസൺ പറയാണ്ടതിന് ഞങ്ങൾ എങ്ങനെയാ നോ പറയാ? ആടാ, നീ ഒരു റീസൺ പറയണ്ട, ഞങ്ങൾ ഇങ്ങനെ അവരോട് നോ പറയാ. നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണോ? ആണെങ്കിൽ പറ, ഞങ്ങൾ എന്താടാ സപ്പോർട്ട് ചെയ്യാത്ത? എന്തുവാ പറ. എനിക്കൊരാളെ ഇഷ്ടമാണ്, പക്ഷെ അത് പറഞ്ഞതിന് ശേഷം നിങ്ങളെങ്ങനെ റിയാക്ട് ചെയ്യാൻ പോകണമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഈ കല്യാണത്തിന് സമ്മതിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാനും ആദ്യം ഒരു റിലേഷൻഷിപ്പിലാണ്. ആദ്യമോ? എടാ നീ എന്തൊക്കെയാ പറയുന്നത്? ജെയ്ഡിന് ശരിയാവില്ല. ആദ്യം അവൻ പറഞ്ഞ സത്യമാണോ? നിങ്ങൾ എടാ ഇത് ശരിയാവില്ല. അപ്പോൾ എനിക്ക് ചേട്ടന് ഒരുപാട് ഇഷ്ടമാണ്. അത് ഇനി എന്താ കുഴപ്പം? നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നല്ലേ, പിന്നെ എന്തുവാ? അപ്പം പ്ലീസ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് ഇതിന് എന്നെ കിട്ടത്തില്ല. ഇത് ശരിയാവില്ല. ആദ്യം ജെന്നി ഇത് വിട്ടേക്ക്, ഇത് ശരിയാവില്ല. നീ ലീസയുള്ള കല്യാണം ഞാൻ എന്തായാലും പറയാൻ പോവാം. ശരി, നിങ്ങൾ സമ്മതിച്ചാൽ മാത്രമൊന്നുമല്ലല്ലോ ഞങ്ങൾക്കൊപ്പം ജീവിക്കാൻ പറ്റുക. ഇവൻ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. നിങ്ങൾ സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ച്. എന്നപ്പം ഇങ്ങനെ മനുഷ്യ, നിങ്ങൾ നിർത്ത്. ഇതേ പിള്ളേർ സീരിയസ് ആവുന്നേ. അവൻ എൻ്റെ കൊച്ചിനും കൊണ്ട് ഇറങ്ങി പോകാൻ പോവാന്നൊക്കെ പറയാൻ വരുന്നത്.
അവ ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ മനസ്സിലായിട്ടില്ല അല്ലേ? എടാ അപ്പം വെറുതെ പറഞ്ഞതാ. എൻ്റെ ആദ്യം എന്താ കരയുന്നു നിങ്ങളിത്. അത് ഞാൻ പെട്ടെന്ന് അങ്ങ് കയ്യിൽ നിന്ന് പോയതാടി. അപ്പൻ്റെ പിന്നെ കരയില്ലടാ ആദ്യം. എടാ നിങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഒരുപാട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പെട്ടെന്നല്ലേ മാറ്റവും, എങ്ങോട്ട് പോകുമ്പോഴും നീ ആദ്യനെ കൊണ്ടുപോകുന്നതും ആദ്യം നിന്നെ അന്വേഷിക്കുന്നതും ഒക്കെ ഞങ്ങൾക്കറിയാടാ. നിനക്ക് എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. നിങ്ങളത് മനസ്സിലാക്കുന്നതിന് മുന്നേ ഞങ്ങളത് മനസ്സിലാക്കിയതാണ്. പിന്നെ നിന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ ഇപ്പോൾ ഇത് മാത്രമേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തായാലും അവർ പറഞ്ഞതല്ലേ, അതുകൊണ്ട് നിന്നോടൊന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചു. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ കൺമുന്നിൽ ഉണ്ടാവുക എന്നുള്ളതിലും കൂടുതൽ എന്ത് സന്തോഷമാണ് ഞങ്ങൾക്ക് ഉണ്ടാവുള്ളേ. അവരപ്പോഴും നല്ല ഫ്രണ്ട്സാണ്. പക്ഷെ എനിക്കെൻ്റെ ആദ്യമാണ് തന്നെ വലുത്. അവനെന്നും എൻ്റെ കൺമുന്നിൽ ഉണ്ടാവുന്നത് എൻ്റെ ഭാഗ്യമല്ലേ. അപ്പ ഇതൊരു മാതിരത്തെ പരിപാടിയായി പോയിട്ടോ. ഞാൻ ശരിക്കും ഒന്ന് പേടിച്ചു. അല്ലെങ്കിലേ ഇവൻ പറഞ്ഞതാ അവനാ ലിസ ഒരു മാതിരി പേടിയുണ്ടെന്ന്. അതിൻ്റെ ഇടയിൽ അവളുടെ കല്യാണം. അവളോട് പോയി പണിയൊക്കാൻ വരാം, എനിക്കൊന്നും വേണ്ട അവളെ. അപ്പം ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. എനിക്ക് ഓൾറെഡി അവളെ സംശയം ഉണ്ടായിരുന്നു. അവളുടെ ഒരു കല്യാണം തേങ്ങി മാങ്ങി അതിനൂടെ എന്താ ഞാൻ ശരിക്കും പേടിച്ചു. സാരമില്ല പോട്ടെ, നിങ്ങളൊന്ന് സർപ്രൈസ് ആക്കാൻ വേണ്ടി ചെയ്തതാടാ. നിങ്ങളുടെ സന്തോഷമല്ലേ ഞങ്ങൾക്ക് വലുത്. നിങ്ങൾക്കതറിയാലോ. അമ്മയുടെ മോൻ ക്ഷമിക്കും. ഇപ്പം ഞങ്ങൾക്ക് അറിയാമെന്ന് വെച്ച് ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകാൻ നിൽക്കരുത് കേട്ടോ. ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ നീയും അവളെ കുരുത്തം കിട്ടണം. എൻ്റെ ആദ്യമോനെ എന്തെങ്കിലും നീ ചെയ്താ പൊന്നു മോനെ ചെയ്തേ, നിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടാ. അതൊക്കെ എന്നെ കഴിഞ്ഞു. ഇനി എന്തുവാ? എപ്പോ? എന്നിട്ട് എൻ്റെ ആദ്യമോ ഇത്ര ബാക്കിയുണ്ടോ? അശ്ശേ അപ്പാ, ആരാ? നിനക്ക് ഞാൻ ആരാന്നറിയില്ല അല്ലേ? ഞാൻ കാണിച്ചു തരാടാ ഞാൻ ആരാന്ന്. ആരെങ്കിലുമൊക്കെ കാണുന്നിട്ട് ഇവിടെ ഇപ്പൊ തൽക്കാലം നമ്മൾ രണ്ടും മാത്രമേ എനിക്കറിയാം. ഞാൻ മിന്നാട് കൊടുക്കും. 1.5 മാസത്തിന് ശേഷം എനിക്ക്